സ്വർണ്ണത്താലിക്ക് പകരമായി വരെ മഞ്ഞൾ കഷ്ണം ഉപയോഗിക്കാറുണ്ട്. വിവാഹത്തിന് സ്വർണ്ണത്താലി വാങ്ങാൻ കഴിയാത്തവർ നൂലിൽ മഞ്ഞൾ കഷ്ണം കെട്ടി അത് താലിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഭാരതത്തിൽ താലിക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതേ പ്രാധാന്യം തന്നെ ആ മഞ്ഞൾ കഷ്ണത്തിനും കൊടുക്കുന്നുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച ഇതുപോലുള്ള ദിവസങ്ങളിൽ, പിന്നെ അല്ലാതെ ഈ പൂജ വയ്പ്പ് സമയത്ത് 9 ദിവസവും ഈ സുമംഗലികളെ വിളിച്ചിട്ട് അവർക്ക് വിളിച്ചിരുത്തി അവർക്ക് ചന്ദനം കുങ്കുമൊക്കെ കൊടുത്ത് പൂവ്, വെറ്റ, പാക്ക്, മഞ്ഞ, മുട്ടാമഞ്ഞളാണ്, മഞ്ഞ, പിന്നെ ദക്ഷിണ എല്ലാം വെച്ച് അവർക്ക് കാലിൽ ഈ മഞ്ഞളൊക്കെ തേച്ച് പിന്നീട് അതൊക്കെ താമ്പൂലം കൊടുത്ത് അവരയക്കും. തമിഴ് ബ്രാഹ്മണ കുടുംബങ്ങളിൽ മിക്ക ആചാരങ്ങൾക്കും മഞ്ഞൾ ഒഴിച്ചുകൂടാനാവില്ല. മംഗല്യ സ്ത്രീകളെയും കുട്ടികളെയും സ്വീകരിക്കാനും ഉപചാരം നൽകാനും മഞ്ഞൾ ഉപയോഗിക്കപ്പെടുന്നു. മംഗളകരമായ ഒരു വസ്തുവായിട്ടാണ് മഞ്ഞളിനെ എല്ലാവരും കാണുന്നത്. ഇത്തരം വിവിധ ആചാരങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും മഞ്ഞൾ നമ്മുടെ ശരീരത്തിൽ കടന്ന് രോഗങ്ങളെ ചെറുക്കുന്നു. ഭാരതീയമായ മിക്ക ആചാരങ്ങളിലും മഞ്ഞൾ ഒരു നിർബന്ധ ഘടകമാണ്. തമിഴ് ബ്രാഹ്മണരുടെ ഇടയിൽ മിക്ക ആചാരങ്ങളിലും തന്നെ മഞ്ഞളിൻ്റെ സാന്നിധ്യമുണ്ട്. താലിച്ചരടിൽ മഞ്ഞൾ പുരട്ടുന്നത് മുതൽ സ്ത്രീകളെ സ്വീകരിക്കുന്ന താലത്തിൽ വരെയും മഞ്ഞളുണ്ട്. മഞ്ഞളിന് ഭാരതീയർ നൽകിയ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് നോക്കൂ. ഈ മഞ്ഞച്ചരടിൽ മഞ്ഞ തേക്കുന്നത് സുമംഗലികൾക്ക് എന്നും അത് ഇത് കിട്ടണമെന്നിട്ട്, നല്ല സൗഭാഗ്യം കിട്ടണമെന്നുള്ള വേണ്ടി എന്നെ രാവിലെ കുളിക്കും മുമ്പ് ആ ചരടിൽ മഞ്ഞ തേക്കും. മുട്ടാമഞ്ഞൾ അരച്ച് തേക്കും, ഇല്ലെങ്കിൽ മഞ്ഞപ്പൊടി കുഴച്ച് തേക്കും. താലിച്ചരടിൽ മഞ്ഞളരച്ച് തേക്കുന്നത് പല ജനവിഭാഗങ്ങളിലും ഒരു ആചാരമാണ്. ഭാരതീയമായ ഏതൊരാചാരത്തിൻ്റെ പിന്നിലും ഓരോ ഉദ്ദേശമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഈ ആചാരങ്ങൾ നമുക്ക് ഉപകാരം മാത്രമേ ചെയ്യുന്നുള്ളൂ. അണുനാശകമായ മഞ്ഞൾ അരച്ചു പുരട്ടിയ നൂൽ കഴുത്തിൽ കിട്ടുന്നത് കഴുത്തിലെ ചർമ്മത്തിലുണ്ടാകാവുന്ന രോഗങ്ങളെ തടയും. ഈ മഞ്ഞൾ കൊണ്ട് പല വിഭാഗവും ചെയ്യാം. പക്ഷേ ഈ വരളി മഞ്ഞൾ എന്ന് പറയുന്ന മഞ്ഞൾ കൊണ്ട്, ഉണങ്ങിയ മഞ്ഞളാണ്, അത് നല്ലവണ്ണം ചുട്ടിട്ട് ജലദോഷം വന്നാൽ കുട്ടികൾക്കായാലും ശരി വലിയവർക്കായാലും ശരി അത് ഈ കപ്പലണ്ടിക്കൂട് പോലെ പേപ്പർ കടലാസ് ചുറ്റിട്ട് അതിനകത്ത് കൂടി പുക മൂക്കിലൊക്കെ കയറ്റിയാൽ പിന്നെ ജലദോഷം വേഗം പോകും. ആക്ച്വലി പച്ചമഞ്ഞൾ, വരട്ടുമഞ്ഞൾ, ആളുകൾ കൺഫ്യൂഷൻ വരും. പച്ചമഞ്ഞളുണ്ട്, വരട്ടുമഞ്ഞളുണ്ട്, കസ്തൂരി മഞ്ഞളുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് രണ്ടാണ്: പച്ചമഞ്ഞളും പിന്നെ കസ്തൂരി മഞ്ഞൾ. പിന്നെ മരമഞ്ഞൾ എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് വെറൈറ്റിയാണ്. ഈ മഞ്ഞൾ, പച്ചമഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറിക്കുന്ന മഞ്ഞൾ ആണ് പച്ചമഞ്ഞൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് വന്നിട്ട് മുട്ടാമഞ്ഞൾ എന്ന് പറയും. ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ എല്ലാവർക്കും എല്ലാ ഫംഗ്ഷനിലും ആദ്യമായി മുതന്മയായി നിൽക്കുന്ന ഒരു മുട്ടാമഞ്ഞൾ എന്ന് പറയുന്നത്. രണ്ടാമത് ഇത് പൊടിച്ച് ആയുർവേദ ഔഷധങ്ങളിൽ എല്ലാത്തിനും ചേർന്ന ഒരു സാധനമാണിത്. ഇതിൻ്റെ ഉപയോഗം ഇതാണ്. എല്ലാത്തിനും എല്ലാ ആയുർവേദ ഇതുകളിലും മുതന്മയായി നിൽക്കുന്നതാണിത്. ഇത് കരിമഞ്ഞൾ എന്ന് പറയും. തമിഴിൽ വിരളി മഞ്ഞൾ എന്നും കൂടെ പറയും. ഇത് വന്നിട്ട് കറികൾക്കൊക്കെ ഇന്ന് നമുക്ക് പാചകത്തിന് എല്ലാ ചേർക്കുന്ന മഞ്ഞപ്പൊടി എന്ന് കിട്ടുന്ന സാധനത്തിൻ്റെ ഇതാണ്. ഇത് പൊടിച്ചും ഉപയോഗിക്കാം. ആയുർവേദ ഔഷധങ്ങളിൽ ഇത് ഭയങ്കര നല്ലൊരു സാധനമാണിത്. തമിഴിൽ കിരുമിനാശിനി എന്ന് പറയും. അതേപോലെ നല്ലൊരു ഉപയോഗമുള്ള ഒരു മഞ്ഞളാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് വിരളി മഞ്ഞൾ എന്ന് പറയും. ഇത് കസ്തൂരി മഞ്ഞൾ. ഇത് കസ്തൂരി മഞ്ഞൾ പൊടിയുണ്ട്. ഇത് മഞ്ഞളാണിത്.
ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ ആയുർവേദം, മറ്റേ മുഖത്തിൽ പരു, തേമൽ ഇതൊക്കെ മാറി കിട്ടുന്ന ഒരു നല്ലൊരു ആയുർവേദ ഔഷധമാണിത്. ഇതിൻ്റെ പേര് കസ്തൂരി മഞ്ഞൾ. നമ്മുടെ നാട്ടിൽ 2 തരം മഞ്ഞളാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഒന്ന് കസ്തൂരി മഞ്ഞൾ, മറ്റേ കറിമഞ്ഞളും. ഈ കസ്തൂരി മഞ്ഞൾ സാധാരണ ദേഹത്തൊക്കെ തേച്ച് കുളിക്കാൻ, സ്നാനപ്പൊടി അതുപോലുള്ളതിലൊക്കെ അത് ചേർത്ത് നമ്മൾ ദേഹത്തൊക്കെ തേക്കാറുണ്ട്. പിന്നെ അത് കൂടാതെ അതൊരു സുഗന്ധം വരുത്തുന്ന ഒരു സ്വഭാവം കൂടി അതിനുണ്ട്. കുളിച്ച് കഴിഞ്ഞാൽ ശരീരം അങ്ങ് ഫ്രഷായി, ശരീരത്തിന് പ്രത്യേക ഒരു പുതുമ, ഒരു സുഗന്ധം സൃഷ്ടിക്കും. അതുകൊണ്ടാണ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ തന്നെ നാളികേരപ്പാലും ഈ കസ്തൂരി മഞ്ഞളും കൂടി ചേർത്ത് ദേഹത്ത് മുഴുവൻ തേച്ച് കുറച്ച് സമയം കഴിഞ്ഞ് അതൊക്കെ കഴുകിക്കളഞ്ഞാൽ ത്വക്കിന് നല്ലൊരു സ്വർണ്ണവർണ്ണം പ്രകടമാവും. സാധാരണ സ്ത്രീകളും ഇത് മുഖത്തും അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ തേച്ച് കുളിക്കുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ട്. ദേഹത്ത് തേച്ച് കുളിക്കാൻ സോപ്പൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു മലയാളിക്ക്. അന്നൊക്കെ പയറുപൊടിയോ ഇഞ്ചിയോ ഒക്കെ ആയിരുന്നു നമ്മൾ കുളിക്കാനായി ഉപയോഗിച്ചിരുന്നത്. പയറുപൊടിയുടെ കൂടെയോ അല്ലാതെയൊക്കെ കസ്തൂരി മഞ്ഞൾ അന്ന് ഉപയോഗിക്കുമായിരുന്നു പതിവായിട്ട്. എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിൽ നമ്മൾ കസ്തൂരി മഞ്ഞളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് കാണുന്നത്. കസ്തൂരി മഞ്ഞൾ പാല് മീഡിയം ആക്കി മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മുഖക്കുരുവിനൊക്കെ നല്ലതാണ്. പിന്നെ ഈ ജനിക്കുന്ന നവജാത ശിശുക്കളിൽ തന്നെ കസ്തൂരി മഞ്ഞൾ തേച്ച് കുളിപ്പിക്കുന്ന ഒരിതുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗുണമാണ്. ഒന്ന്, കുട്ടിയുടെ കളറിന് നല്ലതാണ്. 2, ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഒന്നും വരത്തില്ല. പിന്നെ ഉള്ളൊരു മഞ്ഞളിനെ പറ്റി പറയുമ്പോൾ പിന്നെ പ്രധാനമായിട്ടും മരമഞ്ഞൾ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്. അത് നമ്മൾ തെറ്റിപ്പോകരുത്. ഇത് ഗുണത്തെ അടിസ്ഥാനമാക്കി ഏകദേശം ആയുർവേദത്തിൽ ഇത് കോമൺ ആയിട്ട് ഇത് 3ഉം യൂസ് ചെയ്ത് കാണാറുണ്ട്. മരമഞ്ഞളിൻ്റെ ഇതെന്ന് പറയുകയാണെങ്കിൽ അത് വള്ളി പോലെ പടരുന്ന, ഈ സാധാരണ മഞ്ഞളൊക്കെ സിഞ്ചിബറേസി, ഇഞ്ചിയുടെ കുടുംബത്തിൽപ്പെടുന്ന ഇതാണ്. പക്ഷേ മരമഞ്ഞൾ എന്ന് പറഞ്ഞാൽ മെനിസ്പെർമേസി എന്ന് പറഞ്ഞാൽ വേറൊരു ഫാമിലി, വേറൊരു കുടുംബത്തിലുള്ളതാണ്. വള്ളി പോലെ പടരുന്നതാണ്. അതിൻ്റെ തൊലിയും, അതായത് ചെടിയുടെ തോല് എന്ന് പറയുന്നത്, വേര്, ഇതൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തതാണ്. അതും ഈ കുഷ്ഠക്കനം, അതായത് സ്കിൻ ഡിസീസ്. കുഷ്ഠം എന്ന് നമ്മൾ ആയുർവേദത്തിൽ പറയുമ്പം സ്കിൻ ഡിസീസ് എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. നമ്മുടെ ലെപ്രസി എന്നുള്ള മീനിങ് അതൊരു സ്കിൻ ഡിസീസാണ്. ആ ഒരു രീതിയിൽ മാത്രമേ കുഷ്ഠം എന്നുള്ള കുഷ്ഠക്കനമായിട്ടും വിഷക്കനമായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് വില്വാദി ഗുളിക. ഏകദേശം ഒരു ആയുർവേദത്തിൽ വളരെ ഇപ്പോഴത്തെ മോഡേൺ ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ് സ്പെക്ട്രം, അല്ല നമ്മൾ ബാക്ടീരിയ ഇത് ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുമ്പോൾ പറയും ബ്രോഡ് സ്പെക്ട്രം, അങ്ങനെ വളരെ ബ്രോഡ് സ്പെക്ട്രം ഉള്ള ഒരു മരുന്നാണ് വില്വാദി ഗുളിക. വില്വാദി ഗുളികയിൽ തന്നെ നമ്മൾ ഏകദേശം വിഷൂചിക, അതായത് കോളറ, ഛർദിലിന് കൊടുക്കാം, വയറിളക്കത്തിന് കൊടുക്കാം, ഏത് വിഷജന്തുക്കൾ കടിച്ചു കഴിഞ്ഞാൽ അവിടെ ലോക്കലായിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ വളരെയധികം വൈഡ് വെറൈറ്റി യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണ് വില്വാദി ഗുളിക. അതിനകത്ത് മഞ്ഞൾ ചേർക്കുന്നുണ്ട്. മംഗളദ്രവ്യമായും മരുന്നായും ഭക്ഷ്യവസ്തുവായും സൗന്ദര്യവർദ്ധകമായും മണ്ണിൻ്റെ തനിമ നിലനിർത്തുന്ന വസ്തുവായും ദേവപ്രസാദമായും പാതിവൃത്യത്തിൻ്റെ ചിഹ്നമായും മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അപൂർവ ഔഷധിയാണ് മഞ്ഞൾ.